പരിപാടിയുടെ 19ാം ദിവസമാണ്. ഇതിൽ 4 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഇവിടെ പുതിയ ആളല്ല, എപ്പോഴും എല്ലാ പ്രാവശ്യവും ഇവിടെ 1ഉം 2ഉം ക്ലാസ്സുകൾ എടുക്കുന്ന സാറ് നമുക്ക് പുതിയതല്ല, ഈ ലൈബ്രറിയിൽ എപ്പോഴും വരുന്നതുമാണ്. പ്രത്യേക രീതിയിലുള്ള ഒരു പഠനമാണ് ഇന്ന് നമുക്ക് കാഴ്ചവെക്കുന്നത്. എന്തായാലും അല്പം വെപ്രാളപ്പെട്ടാണ് വന്നത്, താമസിച്ചു പോയത് എന്തോ കാരണം കൊണ്ടായിരിക്കണം. സാധാരണ വന്നാൽ നേരെ ഇങ്ങനെ മൈക്കിൻ്റെ അടുത്താണ് വരുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ആത്മോപദേശതകത്തിലെ 10 മുതൽ 17 വരെ ശ്ലോകങ്ങളെന്നാണ് എല്ലാ ദിവസത്തെയും എഴുതിയിരിക്കുന്നത്. 10 മുതൽ 27 വരെയാണ്. ഓക്കെ. അപ്പോൾ 10 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ ഈ 4-5 ദിവസം കൊണ്ട് സാറിന് അത് സാറിങ്ങനെ പറഞ്ഞാൽ മതി. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ശ്രീ എസ് കെ രാധാകൃഷ്ണൻ സാറിനെ ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. Yes. Hello. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് 19ാമത്തെ ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ 19 ദിവസം ഗുരുവിൻ്റെ വിവിധ കൃതികളെയും മറ്റും ആസ്പദമാക്കിക്കൊണ്ട് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് മുതൽ ഏതാനും ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആത്മോപദേശ ശതകത്തിൽ ആത്മദർശനം അഥവാ ആത്മസ്വരൂപം ആത്മോപദേശ ശതകത്തിൽ എന്ന വിഷയമാണ്. വിഷയം ഒന്നുകൂടി പറയാം: ആത്മസ്വരൂപം ആത്മോപദേശ ശതകത്തിൽ. ആത്മോപദേശ ശതകത്തിൻ്റെ 10 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. എന്താണ് ആത്മാവ്? എന്താണ് ദൈവം? ഗുരു പല കൃതികളിൽ അറിവ് എന്ന് നാമകരണം ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പരമ്പൊരുളിനെ അഥവാ ആത്മസ്വരൂപത്തെ ഗുരു എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഇന്ന് സ്വല്പം താമസിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒരു ആമുഖം ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ഗുരു എല്ലാ കൃതികളും ശാസ്ത്രത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ആത്മോപദേശ ശതകം. ഗുരു ജീവിച്ചിരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് വ്യവസായ വിപ്ലവം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്ന കാലഘട്ടത്തായതുകൊണ്ട് തന്നെ ശാസ്ത്രചിന്ത എന്നത് ഏതാണ്ട് സാർവത്രികമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലും ആ ഒരു ശാസ്ത്രചിന്ത
വ്യാപകമാകുന്ന അല്ലെങ്കിൽ അതിനുള്ള തുടക്കം ഇട്ട കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ചിന്തകളിൽ ശാസ്ത്രീയത കടന്നു വന്നിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പുരോഗതി പ്രാപിച്ചു വന്ന ആധുനിക ശാസ്ത്രം. ഗുരു ശാസ്ത്രീയമായിട്ടാണ് പൊതുവെ ചിന്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ആ ശാസ്ത്രചിന്തയെ കുറെ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് അക്കാലത്ത് പുരോഗതി പ്രാപിച്ച ശാസ്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശാസ്ത്ര പുരോഗതിയുടെയും തുടക്കം ഏതാണ്ട് ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെ തുടങ്ങി വെച്ചു എന്നുള്ളതാണ്. നമ്മൾ 10 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ ചിന്തയാണ്. ആത്മസ്വരൂപത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗുരു അപ്ലൈ ചെയ്ത നടപ്പിലാക്കിയ ശാസ്ത്രചിന്ത. ഗുരു ഒരു ശാസ്ത്രീയമായ മെത്തഡോളജി ആണ്, ഒരു ചിന്താ പദ്ധതിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 10ാം ശ്ലോകത്തിൽ അത്തരത്തിൽ ഒരു ശാസ്ത്ര രീതി തുടങ്ങുകയാണ്. 10ാം ശ്ലോകത്തിൽ ശാസ്ത്രരീതി എന്ന് പറയുമ്പോൾ ശാസ്ത്രരീതി പൊതുവെ 4 കാര്യങ്ങൾ, 4 സ്റ്റെപ്പുകളാണ് ഉണ്ടായിരിക്കുക. ഒന്ന്, ഒരു പരീക്ഷണം. ശാസ്ത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രിയിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു പരീക്ഷണം നടത്തുക എന്നുള്ളതാണ്. ആ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നിരീക്ഷിച്ച് ഡേറ്റ കളക്ഷൻ എന്നതാണ് 2ാമത്തെ സ്റ്റെപ്പ്. അതായത് വിവരശേഖരണം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, വിവരശേഖരണം. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശേഖരിച്ച വിവരം അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിശദീകരിക്കുക. അത് നമ്മുടെ ചിന്ത ആരംഭിക്കുകയാണ്, വേണ്ട രീതിയിൽ വിശകലനം ചെയ്യുകയാണ്, അനാലിസിസ്. ഏറ്റവും അവസാനത്തെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ അനാലിസിസിൻ്റെ ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തുക എന്നുള്ളതാണ്, ഒരു കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പൊതുവെ ശാസ്ത്രരീതി എന്ന് പറയുന്നത്. ഈ ശാസ്ത്രരീതി ഗുരു ആത്മോപദേശ ശതകത്തിൽ 10ാം ശ്ലോകം മുതൽ 27ാം ശ്ലോകം വരെ ചെയ്തിരിക്കുന്ന കാണാൻ കഴിയും. അങ്ങനെ 10ാം ശ്ലോകത്തിൽ തുടങ്ങി വെച്ച ശാസ്ത്ര പരീക്ഷണത്തിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് വിവരം ശേഖരിച്ച് അതിനെ വിശകലനം ചെയ്ത് ഏറ്റവും 27ാം ശ്ലോകത്തിൽ ആ എത്തുന്ന നിഗമനം എന്താണെന്ന് പബ്ലിഷ് ചെയ്യാണ്, വിജ്ഞാപനം ചെയ്യുകയാണ്. 27ാം ശ്ലോകത്തിൽ നമ്മൾ അറിയുകയാണ് എന്താണ് ആത്മസ്വരൂപത്തിൻ്റെ സ്വരൂപം, എന്താണ് എന്ന് അവിടെ ഒരു നിർവചനം കൊടുക്കുകയാണ്. ആ നിഗമനത്തിലേക്ക്, ആ നിർവചനത്തിലേക്ക് എത്തുന്നതിന് കാരണമാവുന്നത് ഈ 10ാം ശ്ലോകത്തിൽ ആരംഭിച്ച ശാസ്ത്ര പരീക്ഷണമാണ്. ഇങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ശാസ്ത്രം പരീക്ഷണം എന്താണ് എന്നുള്ളത് ആരംഭിക്കുകയാണ്. 10ാം ശ്ലോകത്തിൽ നമുക്ക് തുടങ്ങാം. എന്താണ് 10ാം ശ്ലോകം? ഇരുളിലിരുപ്പവനാരു ചൊൽക നീയെന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യം ഏകമാകും. ഇരുളിലിരുപ്പവനാരു ചൊൽക നീയെന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന് അരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും. 2 പേരെ ഇരുട്ടിൽ ഇരുത്തുകയാണ്. ഒരാള് എന്തോ ഒരു അനക്കം കേട്ടു. അപ്പോൾ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഈ ചോദിച്ച ആളിനോട് മറ്റേയാൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? 2 പേരുടെയും മറുപടി ഞാൻ എന്ന് തുടങ്ങുന്നതാണ്. ഞാൻ ഇന്നാരാണ്. ആദ്യത്തെ ആള് നിങ്ങൾ ആരാണ്? കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ഞാൻ. ഇയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇവിടെ മറുപടി എന്താണ്? ഞാൻ എന്നതാണ്. ഇരുളിലിരുപ്പവനാരു
ഉറപ്പവനാരു ചൊൽക നീയെന്ന് ഒരുവനുരപ്പതു കേട്ട് താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന് ഇതിൻ പ്രതിവാക്യം ഏകം ആയി. രണ്ടുപേരും പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒരേ പദം കൊണ്ടാണ്, ഞാൻ എന്ന പദം കൊണ്ടാണ്. അപ്പൊ ഇനി അവിടെ നമ്മളൊരു ഒരു ഡേറ്റ കളക്ട് ചെയ്യാണ്. പരീക്ഷണം കഴിഞ്ഞു. എന്താണ്? നല്ല കുറ്റാക്കുറ്റി ഇരുട്ട്, രണ്ടുപേരിയ്ക്കുന്നു. ആ ഇരുട്ട് എന്നതിന് തന്നെ ചില പ്രത്യേകതകളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പരീക്ഷണം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ വിവരശേഖരണം എന്നതാണ്. അപ്പോൾ പരീക്ഷണം എന്താണ്, ആ പരീക്ഷണത്തിൽ എന്താണ് കാണുന്നത്, ഇതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. പരീക്ഷണം എന്താണെന്ന് കണ്ടു. എന്താണ് അവിടെ കാണുന്നത്? ആ വിവരശേഖരണം, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിവരം ശേഖരിച്ചത് എന്താണ്? രണ്ടുപേരും പ്രതികരിച്ചത് ഞാൻ എന്നാണ്. രണ്ടുപേരുടെയും പ്രതികരണത്തിൽ പൊതുവായ ഒന്നുണ്ട്. അതെന്താണ്? അത് ഞാൻ തന്നെയാണ്. രണ്ടുപേർക്കും ഓരോരുത്തരുടേതായ പ്രതികരണം നമ്മൾ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് ഓരോരുത്തരും ഞാൻ എന്ന് പറഞ്ഞു. ഇനി രണ്ടുപേരുടെയും പ്രതികരണം മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ കാണുന്നതും എന്തു തന്നെയാണ്? ഞാൻ എന്നതാണ്. അപ്പൊ ഇവിടെ രണ്ടു തരം ഞാനുകൾ ഉണ്ട്. ഏതൊക്കെയാണ് രണ്ടു തരം ഞാനുകൾ? ഒന്ന്, ഓരോരുത്തരും ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഞാൻ. മറ്റത് സാമാന്യം പൊതുവിൽ രണ്ടുപേരിലും ഉള്ള ഒരു ഞാൻ. ഇത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഞാൻ ഇന്നാരാണെന്ന്. അപ്പൊ ഇവിടെ 50 പേരിട്ടുണ്ടെങ്കിൽ 50 ഞാനുകളുണ്ട്. ഈ 50 ഞാനുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് എന്തുണ്ട്? അല്ലെങ്കിൽ ഈ 50 ഞാനുകളിലും പൊതുവായി എന്തുണ്ട്? ഒരു ഞാനുണ്ട്. ആ പൊതുവായ ഒരു ഞാനും അതുപോലെ തന്നെ വിശേഷത്തിലുള്ള ഞാനുകളും ഇവിടെ കാണുന്നു. ഇതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടി പോകുമ്പോഴേക്കും, അല്ലെങ്കിൽ 10ാം ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന വസ്തുത എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ എന്താണ് ഗുരു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒന്ന് കടക്കാം. ഓക്കെ, നമ്മൾ കാണുന്നത് രണ്ടുപേരെ ഇരുട്ടിൽ ഇരുത്തിയിരിക്കുന്നതാണ്. അവിടെ ഇരുട്ട് എന്നത് വാസ്തവത്തിൽ രണ്ട് തലത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, ഇരുട്ട് എന്നത് അജ്ഞതയാണ്, അത് നമ്മുടെ അജ്ഞതയാണ്. പക്ഷെ ഇവിടെ രണ്ടുപേരെ ഇരുട്ടിലിരുത്തിയപ്പോൾ അവർക്ക് തമ്മിൽ കാണത്തില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നാണ്. അവരാകെ അവിടെ ഒരു ഇന്ദ്രിയമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഏതാണ്? കാത് മാത്രമാണ്, കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. കണ്ടറിയാനോ മറ്റേ ആളിനെ തൊട്ടറിയാനോ മണത്തറിയാനോ രുചിച്ചറിയാനോ കഴിയുന്നില്ല. അപ്പോൾ പൊതുവെ എല്ലാ ഇന്ദ്രിയങ്ങളും എങ്ങനെയാണ്? ഇരുട്ടിലാണ്. ഇന്ദ്രിയങ്ങളെല്ലാം ഇരുട്ടിലായിരിക്കുമ്പോൾ ഒരാൾ മറ്റേയാളിനെ അറിയുന്നത് ഈ ശബ്ദത്തിൽ കൂടി മാത്രമാണ്. ആ ശബ്ദം എന്നത് എന്താണ്? ഞാൻ എന്നതാണ്. അപ്പോൾ ഈ ഞാനിനെ നമ്മൾ ഇനിയും പരിശോധിച്ചിട്ട് വേണം എന്താണ് ഈ ഞാനിൻ്റെ പ്രത്യേകത, ആരാണ് ഈ ഞാൻ, എന്താണ് ഈ ഞാൻ എന്നതാണ് തുടർന്നുള്ള ശ്ലോകത്തിൽ വരുന്നത്. അപ്പോൾ രണ്ടുപേരെ ഇരുട്ടിലിരുത്തിയിരിക്കുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആരാ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. രണ്ടുപേരുടെയും ഉത്തരം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരിലും ഒരു ഞാനും പൊതുവായി ഒരു ഞാനും അവിടെയുണ്ട്. അതായത് എല്ലാവരുടെയും ഉത്തരത്തിൽ ഒരേ ഞാൻ തന്നെയാണുള്ളത്. ഓരോരുത്തരെ നമ്മളെടുത്ത് പരിശോധിച്ചാലും അവിടെയും ഓരോ ഞാനുകൾ ഉണ്ട്. അപ്പോൾ ഈ ഞാൻ ആരാണ് എന്നതാണ് നമ്മൾ
അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ആ ശാസ്ത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത്, വിവരം എന്ന് പറയുന്നത് ഈ ഞാൻ എന്നതാണ്. ഈ ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഈ ഞാൻ എന്താണ്, ഇതാണ് ഇനിയും നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, പരമമായ സത്യത്തെ, പരമ്പൊരുളിനെ അറിയുന്നതിന് പുറത്തെങ്ങും പോയി അല്ല അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. എവിടുന്ന് തുടങ്ങണം? അവനവനിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നതാണ്. അപ്പം ഇവിടെ ഒരു അന്വേഷണ രീതി എങ്ങനെയായിരിക്കണം എന്നുകൂടി ഗുരു എടുത്ത് കാണിക്കുകയാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ദൈവത്തെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർവാധാരമായിരിക്കുന്നതായ പരമ്പൊരുളിനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അവനവനിൽ കൂടി അന്വേഷണം ആരംഭിക്കണം. ഞാൻ ആരാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു എന്നും, അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണെന്നും നമുക്ക് അറിയാൻ കഴിയും. പ്രപഞ്ചം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നും അറിയാൻ കഴിയും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ പ്രപഞ്ചത്തെ അന്വേഷിച്ചു പോകുന്നതാണോ എളുപ്പം, എന്നെ കണ്ടെത്തുന്നതാണോ എളുപ്പം? എന്നെ കണ്ടെത്തുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഏറ്റവും എളുപ്പ മാർഗം തന്നെയാണ് ഗുരു ഇവിടെ ആത്മസ്വരൂപത്തെ കണ്ടെത്തുന്നതിന് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കൂടി പ്രത്യേകതയുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 11-ാം ശ്ലോകം. അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലുമകന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലുമകന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ആ കിട്ടിയ വിവരം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. എന്താണ് കിട്ടിയ വിവരം? 2 ജ്ഞാനികളെയാണ്. ഒന്ന് പൊതുവായി എല്ലാവരിലും കണ്ട ഞാനും, മറ്റൊന്ന് ഓരോരുത്തരും ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും. ഒന്ന് വെഷ്ടി തലത്തിലുള്ള ഞാനും, മറ്റത് സമഷ്ടി തലത്തിലുള്ള ഞാനും എന്ന് പറയാം. ഇനിയും ഈ ഞാനിനെയാണ് ഇവിടെ 2-ാം ശ്ലോകത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അഹം അഹം എന്ന് അറിയുന്നതൊക്കെ ആരായുകിൽ, ഓരോരുത്തരും ഞാൻ 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 എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ, അതിൻ്റെ സത്ത എന്താണ് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റുമെന്നാണ്? അകമേ പലതല്ല അത് ഏകമാകും. ആന്തരികമായി പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഞാൻ എന്നത് ഏകമാകും. എല്ലാവരിലും ആന്തരികമായിരിക്കുന്നതാണ് ആ അഹം എന്നത്. അകലും അഹന്ത, അകലും അഹന്ത അനേകമാകനി. അകലെ എന്ന ഒരു അഹന്തയുണ്ട്, അത് അനേകമാണ്. നോക്കാം, അതിലേക്ക് നമുക്ക് വരാം. ആ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു എന്നതാണ്. അപ്പം യഥാർത്ഥത്തിലുള്ള ഞാൻ എന്നത് 2 ഞാനുകൾ ചേർന്ന് അതിൻ്റെ ആകത്തുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളവിടെ 2-ാമത്തെ ശ്ലോകത്തിന് അവിടെ ചില പടങ്ങളൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നോക്കണ്ട, ഇങ്ങോട്ട് വരാം. നമ്മളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ലൈബ്രറി ഹാളിലാണ് അല്ലേ? അതിനാർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണടച്ചിരിക്കാം ഒരു 2-3 മിനിറ്റ്. ലെറ്റ് us all close our eyes. നമ്മളെല്ലാവരും ഇപ്പോൾ ലൈബ്രറി ഹാളിൽ ഇരിക്കുന്നു. ഈ ലൈബ്രറി ഹാളിനെ കുറിച്ച്
ബോധമുള്ളവരാകൂ. ഈ ലൈബ്രറി ഹാൾ ഇരിക്കുന്നത് കുളത്തൂരാണ്. കുളത്തൂരിനെ കുറിച്ച് ബോധമുള്ളവരാകൂ. കുളത്തൂർ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആകെയുള്ള മേഖലയെക്കുറിച്ച് ബോധമുള്ളവരാകൂ. തിരുവനന്തപുരം കേരളത്തിലാണ്. കേരളം ഇന്ത്യയിലാണ്. ഇന്ത്യ ഏഷ്യയിലാണ്. ഏഷ്യ ലോകത്തിലാണ്. ലോകം ഈ പ്രപഞ്ചത്തിലാണ്. ഭൂമിയെക്കുറിച്ച് ബോധമുള്ളവരാകൂ. ഏഷ്യയെക്കുറിച്ച് ബോധമുള്ളവരാകൂ. ഇന്ത്യ, കേരളം, തിരുവനന്തപുരം, കുളത്തൂർ, ശ്രീനാരായണ ലൈബ്രറി. വളരെ സാവകാശം കണ്ണുകൾ തുറക്കൂ. നമ്മൾ എവിടെ നിന്നാണ് ആരംഭിച്ചത് യാത്ര? ഇവിടെയായിരുന്നു അല്ലേ? എവിടെയൊക്കെ പോയി? ഞാൻ എവിടെയാണ്? കുളത്തൂർ ലൈബ്രറിയിലാണ്. ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ കേരളത്തിലാണ്. ഞാൻ ഇന്ത്യയിലാണ്. ഞാൻ ഏഷ്യയിലാണ്. ഞാൻ ഈ ലോകത്തിലാണ്. ഞാൻ ഈ ഭൂമിയിലാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിലാണ്. തിരിച്ചു വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ ഞാൻ എവിടെ വന്നു? ഇവിടെ തന്നെ വന്നു. അപ്പോൾ ഈ പോയിട്ട് തിരിച്ചു വരുന്നതിനിടയിൽ എത്ര ജ്ഞാനികളുണ്ടായിരുന്നു അല്ലേ? ആ ജ്ഞാനികളുടെ എല്ലാം ആകത്തുകയായി നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഒരു ഞാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. ഉണ്ടോ? അങ്ങനെ ഒരു ഞാനിനെ കുറിച്ച് ബോധമുണ്ടോ? അതോ ഞാൻ ഏഷ്യയിലാണെന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ച് വന്നപ്പോഴേക്കും ആ ഞാൻ അവിടെ നിൽക്കുകയാണോ? ആണോ? ആ ഞാൻ എവിടെ തന്നെ വന്നു? ഇവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ആഴത്തിൽ നിന്ന് തന്നെയാണ് ആ ഞാൻ ഇങ്ങനെ പല 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 പ്രദേശങ്ങളായിട്ട് അകന്ന് പോയത്. മനസ്സിലായോ? അകലും അഹന്ത അനേകമാകയാൽ. അകലുന്ന അഹന്ത എത്രയാണ്? എത്ര ജ്ഞാനികൾ വന്നു അല്ലേ? ഞാൻ കാണുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ വിരോധിക്കുന്നു. വിരോധവും ഇഷ്ടപ്പെടലും രണ്ടും എന്താണ്? നേരെ വിപരീതങ്ങളാണ്. അവിടെയും പൊതുവായൊരു ഞാനുണ്ട്. നമ്മളതുകൊണ്ടാണ് ആ ബോർഡിൽ നിങ്ങൾ കണ്ടു കാണും, ഒരൊറ്റ ഞാനിൽ നിന്ന് അനേകം ഞാനുകൾ ഇങ്ങനെ വരികയാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ആഴത്തിലിരിക്കുന്ന ഒരു ഞാനും ആ ഞാനിൽ നിന്ന് അകന്നു പോകുന്നതായി എത്രയോ ഞാൻ ബോധമുണ്ട്. അതൊരു തലം, ഒരു വ്യക്തിയുടെ തലത്തിലുള്ളതാണ്. ഇനിയും നമ്മളിത് സമഷ്ടിയിലേക്ക് നോക്കുകയാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി മനുഷ്യൻ ഞാൻ എന്നറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഞാനുകളെ എല്ലാം, ആ ഞാൻ ബോധം എല്ലാം കടന്നു വരുന്ന ഒരു പരമ്പൊരുൾ, ഒരു ഞാനുണ്ട്, ഒരു വലിയ ഞാനുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള ഒരു ഞാനുണ്ട്. ആ ഞാനിൽ നിന്ന് അകന്നാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അകലും അകന്ത അനേകമാകയാൽ. മനസ്സിലായോ? ക്ലിയറായോ? നോക്കാം നമുക്ക് ശ്ലോകം. അഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകമേ, ഈ അഹം എന്നറിയുന്നത് ഒന്നും തന്നെ പലതല്ല, അത് ഏകമാണ്. നമ്മളവിടെ ഒരു മാല പോലെ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഒരു മാല നമ്മൾ എടുക്കുകയാണ് എങ്കിൽ
ഒരു 108 കണ്ണിയുള്ള ഒരു മാല നമ്മൾ ജപമാലയായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട് അല്ലേ? ഈ 108 കണ്ണികളുടെയും ഇടയിൽ കൂടി എന്ത് കടന്നു പോകുന്നുണ്ട്? ഒരു നൂല് കടന്നു പോകുന്നുണ്ട് അല്ലേ? ഓരോ മണിയുടെയും അകത്ത് എന്തുണ്ട്? ഈ നൂലുണ്ട്. അപ്പോൾ ഓരോ മണിയും ഞാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏതിനെയാ? മണിയെയാണോ ആ നൂലിനെയാണോ? ആ മണിയും നൂലും വെച്ചുകൊണ്ടാണ്. പക്ഷെ നൂലില്ലെങ്കിൽ ഞാനുണ്ടോ അവിടെ? മനസ്സിലായില്ലേ? നൂലില്ലെങ്കിൽ ആ മാല എന്ന് പറയുന്ന ആ ഭാവം അവിടെ ഇല്ല. ആ മാലയുടെ അംശമായിട്ടാണ് ഓരോ മണിയും നിലനിൽക്കുന്നത്. അപ്പോൾ മണിക്കകത്തിരിക്കുന്ന എന്താണ്? ഒരു ഞാൻ ബോധം എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ കഴിയും. അങ്ങനെ ഓരോ മണിയിലും എന്തുണ്ട്? ഈ നൂലുണ്ട്. ഈ മണികളെ എല്ലാം കൂടെ യോജിപ്പിച്ചു നിർത്തുന്ന ഒരു നൂല് ആണ് ഓരോ മണിയിലും പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ ഓരോ മണിയും ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഈ നൂലിനെയാണ്, എൻ്റെയാണ് എന്നുള്ള ധാരണയാണ്. പക്ഷേ അങ്ങനെയാണോ അത്? അല്ല. 108 കണ്ണികളുണ്ടെങ്കിൽ 108 കണ്ണികളെയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതായ ഒരു കണ്ണിയുണ്ട്, ഒരു ഞാനുണ്ട്. അതാണ് പൊതുവായ ഞാൻ. അത് ഓരോന്നിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്ത്? അഹം അഹം എന്ന് അരുളുന്നത് ഒക്കെ ആരായുകിൽ, അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ അതെന്താണ്? അകമേ പലതല്ല. അകമേ പലതല്ല. ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതായ ഞാൻ എന്ന ബോധം പലതല്ല. അത് ഒന്ന് തന്നെയാണ്. അത് ഏകമാകും. എന്നാൽ അടുത്ത് നോക്കിക്കുക, എന്താണ്? അകലും അഹന്ത അനേകമാകയാൽ. പക്ഷെ ഓരോ മണിയും എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ 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 ചുവന്നതാണ്, ഞാൻ പച്ചയാണ്, ഞാൻ കറുപ്പാണ് എന്നിങ്ങനെ ഓരോ മണിയുടെയും ഉള്ളിലുണ്ട്. ഓരോ മനുഷ്യനും ഇതുപോലെ, ഓരോ ജീവിയും അങ്ങനെ ആ ഒരു അഹന്തയുണ്ട്. ആ അഹന്ത നമ്മളെ ഈ പറയപ്പെടുന്ന ആ ഏകത്വ ബോധത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പല പേരുകൾ പറയും അല്ലേ? ഇന്ന നാട്ടിലേതാണ്, ഇന്ന ജോലിയുള്ള ആളാണ്, സമ്പന്നനാണ്, മിടുക്കനാണ്, മിടുക്കിയാണ്, സുന്ദരനാണ്, സുന്ദരിയാണ്, മോശമാണ്, മഠയനാണ്, ഒന്നും കൊള്ളത്തില്ലാത്തവനാണ്, ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം അകന്നു പോകുന്ന അഹന്തകളാണ്. ഓരോരുത്തരും ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു ഈഗോയിൽ നിലകൊള്ളുന്നതാണ്. മറ്റേ അഹം എന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തിയിരിക്കുന്നതായ പരമ്പൊരുൾ ആണ്. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലുമഹന്ത അനേകമാകയാൽ. അകന്നു നിൽക്കുന്ന ആ അഹന്ത എന്നത് ഓരോരുത്തരും ഞാൻ ഞാൻ ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മേൽ പറഞ്ഞ ആ പരമ്പൊരുളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. മറ്റേത് എല്ലാവരിലും ഒരേപോലെ നിലകൊള്ളുന്ന ഒരു ഞാൻ ആണ്. വ്യക്തമാണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആന്തരികമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും ഉള്ള ഞാൻ ഒന്ന് തന്നെയാണ്. ബാഹ്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വേറെ വേറെയാണ്. അതുകൊണ്ടാണ് അകലുന്നതാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ ഞാൻ എന്ന ബോധം എത്രമാത്രം നമ്മെ എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്നു, എല്ലാവരെയും അകറ്റി കൊണ്ടുപോകുന്നതാണ്. ഞാൻ ബോധം തന്നെയാണ് നമ്മളെ അകറ്റിക്കൊണ്ടുപോകുന്നത്. ഞാൻ ഇന്നാരാണ് എന്ന ധാരണ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന ഒരു ധാരണയുണ്ടാവുകയാണ്. എപ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലേ? ഒരു വീട് വെക്കുമ്പോഴും എൻ്റെ വീട് മറ്റുള്ളവരെ വീടിനേക്കാൾ ഒക്കെ എന്നൊരു ധാരണയാണ്. അപ്പം നമ്മളൊരു
വീട് വെച്ചു, നമ്മുടെ ആ പ്രദേശത്തെ ഏറ്റവും നല്ല വീടാണെന്നൊക്കെ അഭിമാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന് തൊട്ടടുത്ത് നമ്മുടെ വീടിനേക്കാൾ ഒരു പെരിയ വീട്. അതോടുകൂടി നമ്മുടെ സമാധാനം മുഴുവൻ പോയി എന്നുള്ളതാണ്. അപ്പം ഈ അകന്നകന്നു പോകുന്ന ആ അഹന്തയാണ് നമ്മളുടെ എല്ലാ ദുഃഖത്തിനും കാരണവും. ഈ ആന്തരികമായി പൊതുവായുള്ള ആ അഹന്തയിലേക്ക് നാം എത്രമാത്രം ചേർന്ന് വരുന്നു അത്രമാത്രം നമ്മൾ സ്വാസ്ഥ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളെയും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ശ്ലോകത്തിലും ഓരോ മെസ്സേജ് ഗുരു നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആത്മോപദേശ ശതകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഓക്സിയോളജി എന്ന് പറയുന്ന എന്താണ് പ്രയോജന തലം ഉണ്ട്. ഓരോ ശ്ലോകത്തിനും ഈ പ്രയോജന തലം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ശ്ലോകത്തിലെ പ്രയോജന തലം എന്താണ്? നാം ആധ്യാത്മികമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നത് ശാസ്ത്രീയമായിരിക്കണം. അന്വേഷണം യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. പക്ഷേ അനുഭവം യുക്തിക്ക് നിരക്കണം എന്ന് ചിന്തിക്കരുത്. അത് അനുഭവം. നമ്മൾക്കൊരു ചായ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭൂതി എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ? നമ്മളെ പല രീതിയിലും പറയും അല്ലേ? എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനുഭൂതി നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, പുറത്ത് പറയാൻ കഴിയുന്നതല്ല. പക്ഷേ ചായയിലേക്ക് നമ്മൾ കടക്കുന്നതിന് എന്ത് വേണം? ശാസ്ത്രീയമായ രീതി വേണം. അന്വേഷണം, ആത്മാന്വേഷണത്തിന് അന്ധവിശ്വാസങ്ങളെ അല്ല നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നത്. യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം, ശാസ്ത്രീയമായിരിക്കണം അന്വേഷണം എന്ന് കാണിക്കുന്നതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? എത്രമാത്രം നാം നമ്മിൽ നിന്ന് അകന്നകന്നു പോകുന്നുവോ അത്രമാത്രം നമ്മൾ അസ്വസ്ഥരാകും, അത്രമാത്രം ദുഃഖവും ദുരിതവും ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് ആ ആഴത്തിലുള്ള ഞാനിലേക്ക് എത്തുന്നുവോ അത്രമാത്രം നമ്മൾ സ്വാസ്ഥ്യം അനുഭവിക്കാൻ, ശാന്തത അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. ക്ലിയർ ആണല്ലോ? അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 12-ാം ശ്ലോകം. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാൺക. പൊലിയുമിത് അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയോരഹന്ത വരാവരം തരേണം. തൊലിയുമെലുമ്പുമലം ദുരന്തം അന്ധകലകളുമേന്തുമൊരഹന്തയൊന്നു കാൺക. പൊലിയും ഇത് അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയോരഹന്ത വരം തരേണം. അതിമനോഹരമായൊരു ശ്ലോകമാണ്. എന്താ നമ്മൾ കണ്ടത്? ഒരു അഹന്ത അന്വേഷിച്ചപ്പോൾ നമ്മുടെ ശാസ്ത്ര പരീക്ഷണത്തിൽ കണ്ടത് രണ്ടുപേര് ഞാൻ എന്ന അഹന്ത പ്രകടിപ്പിക്കുന്നതാണ്. ആ ഞാൻ എന്നതിനെയാണ് നമ്മൾ അന്വേഷിച്ചത്. അപ്പോഴാണ് കണ്ടെത്തിയത് ഒരാളിൽ തന്നെ എത്രയോ ഞാനുണ്ട്. അയാളിൽ നിന്ന് അകന്നു പോകുന്നതായ ഞാനുണ്ട്. ആ അകന്നു പോകുന്നതായ ഞാനുകൾക്കെല്ലാം കേന്ദ്രമായിരിക്കുന്നതായ ഒരു ആഴത്തിലുള്ള ഒരു ഞാനും അയാളിൽ ഉണ്ട്. സമഷ്ടിഭാവത്തിൽ നോക്കുമ്പോൾ ഓരോരുത്തരിലും ഇങ്ങനെ അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വെവ്വേറെ ആയിരിക്കുന്ന ഞാൻ, അതാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഏതാണ്? വെവ്വേറെയായിരിക്കുന്ന ഓരോരുത്തരിലുമുള്ള ഞാൻ എന്ന് പറയുന്നത്. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വാസ്തവത്തിലുള്ളത് എന്താണ്? ആത്മാവെന്നാണോ? ആണോ? നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടോ ഞാൻ എന്ന ആത്മാവാണ്? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ? ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തോട് കൂടിയതെന്നുള്ളതാണ് അല്ലേ? ഈ മനസ്സും ഈ ബുദ്ധിയുമൊക്കെ, ഞാൻ മിടുക്കനാണ്, ഞാൻ ബുദ്ധിമാനാണ്,
എനിക്ക് നല്ല മനകൽപ്പങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് മനോബുദ്ധീന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെ വിലയിരുത്തുന്നത്. അപ്പോൾ ജനനത്തിനും മരണത്തിനും നിലനിൽപ്പിനും ഒക്കെ കാരണമായിരിക്കുന്നതായ ഈ ശരീരവും ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന അന്തകലകളെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഗുരു ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. തൊലിയുമെലുമ്പുമലം ദുരന്തമന്തകലകളുമേന്തുമൊരു അഹന്തയൊന്നു കാണുക. ആ അഹന്ത കാണാനാണ് പറയുക. ഏത് അഹന്തയാണ്? ഏത് ഞാനെയാണത്? ഓരോരുത്തരും ഞാൻ എന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നതായ ഞാനെ ഒന്ന് കാണുക. അപ്പോൾ നോക്കൂ, നമ്മൾ ആ ഞാനിനെ ഇങ്ങനെ വിശകലനം ചെയ്ത് വരികയാണ്. രണ്ട് ഞാനുകളെ കിട്ടിയതിൽ ഒരു ഞാനിനെ ഇപ്പം നമ്മൾ നോക്കുകയാണ്. ഏതാണ്? ഓരോ വ്യക്തിയും ഞാനെന്ന് തൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും അഭിമാന ബോധങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഞാനിൽ എന്തൊക്കെ വരും? ശരീരത്തെയാണ് ഇവിടെ ആ സപ്തധാതുക്കൾ അടങ്ങുന്നതിനെ ആണ് ഗുരു സൂചിപ്പിക്കുന്നത്. തൊലിയും അസ്ഥി, തൊലി അല്ലേ, മേധസ്, രക്തം, ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന 7 ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന ശരീരം. അത് നമ്മൾ ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറയുകയാണ്, മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ ഇച്ഛാദ്വേഷം സുഖം ദുഃഖം സംഘാചേതന ധൃതിഹി. ഇങ്ങനെ 31 ഘടകങ്ങൾ അടങ്ങുന്നതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതായത് ചേതന വരെയുള്ളതാണ്. അതുവരെയുള്ളത് ശരീരമായി ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെയും ഗുരു അന്തകലകൾ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? അന്തഃകരണം, മനസ്സ്, ബുദ്ധി, ഞാനെന്ന ബോധം, ചിത്തം ഉൾപ്പെടെയുള്ള അന്തകലകളും പിന്നെ ബാഹ്യ കലകൾ, ശരീരവും എല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഞാനെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഞാനുകളാണ്. നമ്മുടെ ശ്ലോകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ അഹത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ? ഒന്ന് നോക്കിക്കോളൂ. അഹം എന്ന് കാണിച്ചിരിക്കുന്നതിന് 2 തരത്തിലുള്ള അഹമാണ്. ആദ്യത്തേതാണ് തൊലിയും തൊക്കു മുതലുണ്ടായിരിക്കുന്ന തൊലിയും എലുമ്പും അലം ദുരന്തം അന്തകലകളുമേന്തുമൊരു അഹന്ത ഒന്നു കാണുക. ഈ അഹന്തയുടെ സ്വഭാവം എന്താണെന്ന് അവിടെ പറയുന്നു. ഈ അഹന്തയുടെ സ്വഭാവം എന്താണ്? പൊലിയും ഇത്. ഈ അഹന്ത പൊലിഞ്ഞ് ഇല്ലാതാകുന്നതാണ്. പൊലിയുക എന്ന പദത്തിന് സന്ദർഭമനുസരിച്ച് 2 അർത്ഥമാണുള്ളത്. അപ്പോൾ നമ്മൾ നെല്ലൊക്കെ കൊയ്യുന്ന സമയത്ത് നല്ല പൊലിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? ഇനി മറ്റൊരു പൊലിയുണ്ട്. എന്താണത്? ഇല്ലാതെയാകുക, നശിച്ചു പോവുക, പൊലിഞ്ഞു പോയി എന്ന് നമ്മൾ പറയും. അത് ഇല്ലാതാകുക എന്നുള്ളതാണ്. അപ്പോൾ 2 സന്ദർഭത്തെ വെച്ചുകൊണ്ടാണ് ഈ പൊലിയുക എന്ന പദം ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേദാന്തത്തിൽ ധാരാളം പദങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ആ സന്ദർഭത്തെ കൂടി കണക്കാക്കിക്കൊണ്ട് വേണം നമ്മളത് പ്രകരണത്തിനനുസരിച്ച് എന്ന് പറയും. ഓരോ പ്രകരണത്തെ മനസ്സിലാക്കിയിട്ട് വേണം ആ പദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുവാൻ. അപ്പം ഇവിടെ പൊലിയും ഇത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ശരീരബോധത്തോടു കൂടി ഉണ്ടായിരിക്കുന്നതായ ഞാൻ എന്ന് പറയുന്നത് പലതാണ്. അത് നിർവികാരമല്ല, അത് സവികാരമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ബുദ്ധി മാറിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാം സങ്കല്പങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പറയും അല്ലേ, പണ്ട് എനിക്ക് എന്തൊരു ഓർമ്മയായിരുന്നു, ഇപ്പോൾ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല അല്ലേ? ഫ്രിഡ്ജ് എന്ന് തുറന്നതിന് ശേഷം മോളെ ഞാൻ എന്തിനാണ് ഈ ഫ്രിഡ്ജ് തുറന്നതെന്ന് മക്കളോട് ചോദിക്കും. കൊച്ചുമകൾ 5 വയസ്സുള്ള ആൾ പറയും, അമ്മ മുട്ട എടുക്കാനല്ലേ, മുട്ട എടുക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയത് കൊച്ചിന് മനസ്സിലുണ്ട്, പക്ഷെ അമ്മയുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മെമ്മറിയൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. നേരത്തെ നല്ല മെമ്മറി ഉണ്ട്. ബുദ്ധിയും അതുപോലെ തന്നെയാണ്, ശരീരം അതുപോലെ തന്നെയാണ്. അപ്പോൾ അന്തകലകളും ബാഹ്യകലകളും എല്ലാം തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതും അത് നശിച്ചു പോകുന്നതുമാണ്. അപ്പോൾ അതെന്താണ്? ആശ്രയിക്കാവുന്നതല്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ വിഷമമായി കഴിഞ്ഞു അല്ലേ? ഗുരുവിൻ്റെ ശരീരം മുഴുവനും അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് രോഗം കൊണ്ട് പൊളയുന്ന അവസ്ഥയായിരുന്നു. ഗുരുവിനെ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് എത്രയോ പേര് അടുത്ത് ചെന്നു. ഗുരു അങ്ങനെ പറഞ്ഞു, ഈ ശരീരത്തിനോ
ഈ ശരീരത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. അത് പ്രകൃതി നിയമത്തിന് വിധേയമാണ്. അതനുസരിച്ച് അത് ക്ഷതം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് മാറുന്നതാണ്, ഇല്ലാതാകുന്നതാണ്, നശിക്കുന്നതാണ്. ഈ ശരീരം ഉൾപ്പെടെയുള്ളതെന്ന് പറയുമ്പോൾ ആ ബോധവും അതുപോലെയാണ്. ഏത് ബോധം? ഈ ശരീരബോധത്തോടു കൂടിയ ചെറിയ ഞാനുണ്ടല്ലോ, ആ ഞാനും പൊലിഞ്ഞില്ലാതെയാകുന്നതാണ്. അത് പൊലിഞ്ഞില്ലാതെയാകുമ്പോൾ മറ്റൊരെണ്ണം പൊലിഞ്ഞു പൂർണ്ണതയിലേക്ക് പോവുകയാണ്. എന്ത് മനോഹരമായ ഒരു പ്രയോഗമാണ്! പൊലിയും ഇത് അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും. അവിടെ ചെറിയൊരു പോസ് കൊടുത്തിട്ട് വേണം നമ്മൾ വായിക്കാൻ, എങ്കിലും ഇതിൻ്റെ അർത്ഥം നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തുമൊരഹന്തയൊന്നു കാൺക. പൊലിയും ഇത്, ആ അഹന്ത പൊലിയുന്നതാണ്, പൊലിഞ്ഞില്ലാതാകുന്നതാണ്. അന്യ മറ്റേ അഹന്തയുണ്ട്. പൊതുവായി നമ്മൾ കണ്ട രണ്ടുപേരിലും ഒന്നിച്ച് ഒരേപോലെ ഉണ്ടെന്ന് നമ്മൾ കണ്ട ആ അഹന്ത, അതെന്താണ്? അന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും. അത് നമ്മെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതാണ്. ആ അഹന്ത അങ്ങ് പൊലിഞ്ഞ് 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 പൂർണ്ണതയിലേക്ക് എത്തും. അവിടെ പൊലിയുക എന്നുള്ളത് പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ്. അങ്ങനെ പൂർണ്ണതയിലെത്തും. ആ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ ശാന്തതയിൽ എത്തി, നടുനിലയിൽ എത്തി എന്ന് പറയാം. അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അതിനെയാണ് പൂർണ്ണം പ്രാപിക്കൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ മോക്ഷം, എന്താണ് ഈ നടുനില എന്നൊക്കെ നമ്മൾ വാസ്തവത്തിൽ പറയുന്നത്? ഇവിടെ ആ ആത്മസ്വരൂപത്തെ കണ്ടെത്തുന്നതിന് തടസ്സമാകുന്ന ഒന്നാണ് ഏത്? ഈ ചെറിയ ഞാൻ എന്ന് പറയും. ഓരോരുത്തരിലും ആ ശരീരബോധത്തോടു കൂടി ഇരുന്നു കൊണ്ട് അറിയുന്ന ആ ഞാൻ എത്രമാത്രം പെരുകുന്നു അത്രമാത്രം നമ്മൾ ഏതിൽ നിന്ന് അകന്നു പോവുകയാണ്? ആന്തരികമായ ആ ഞാനിൽ നിന്ന് അകന്ന് അകന്ന് പോവുകയാണ്. ആ പരമ്പൊരുളിൽ നിന്ന് അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ ഈ ലോകത്തോടുണ്ടായിരിക്കുന്ന ഭ്രമം ആണത്. എന്നാൽ അത് പൊലിഞ്ഞ് പോകുന്നതാണ്. മറ്റേ അഹന്ത, എല്ലാവരിലും പൊതുവായി കാണുന്ന, നേരത്തെ സൂചിപ്പിച്ച ആഴത്തിലുള്ള ആ അഹന്ത, നമ്മുടെ 2-ാം ശ്ലോകത്തിൻ്റെ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നൂല് പൊതുവായുണ്ട്. അതിനെയാണ് ഈ പൊതുവായ അഹന്ത എന്ന് പറഞ്ഞത്. അത് നമ്മെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതാണ്. അത് നമ്മളെ ശ്രേഷ്ഠ മൂല്യങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് നമ്മളെ നടുനിലയിലേക്ക് എത്തിക്കുന്നതാണ്. അത് നമ്മളെ ശാന്തതയിലേക്ക് എത്തിക്കുന്നതാണ്. അതാണ് പൂർണ്ണത. മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ 2 മക്കളുണ്ട്. എനിക്ക് 2 മക്കളും വിവാഹം കഴിച്ച് വലിയ ജോലിയൊക്കെ ഉണ്ട്. 2 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേറൊരു വീട് ഞാൻ വെച്ചിട്ടുണ്ട്. പൂർണ്ണമാണല്ലോ. ആണോ? ആ പൂർണ്ണമാണോ ഇവിടെ? അതൊരു പൂർണ്ണവുമല്ല. അതെല്ലാം എന്ത് സംഭവിക്കുന്നതാണ്? ഇല്ലാതാവുന്നതാണ്. അത് ആത്യന്തികമായ സുഖം, ശാന്തത നമുക്ക് തരുന്നതല്ല. എത്രമാത്രം പണം കൂടുതൽ നമ്മൾ സമ്പാദിക്കുന്നു അത്രമാത്രം അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നമ്മൾ ഈ പരമമായ ആ ഒരു ശാന്തിയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ അഹന്ത പൊലിഞ്ഞു പൂർണ്ണമാകും എന്ന് പറയുന്ന ആ അഹന്ത അതെന്താണ്? അതാണ് പരമ്പൊരുൾ എന്ന് പറയുന്നത്, പരമമായ സത്യം എന്ന് പറയുന്നത്. അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നാണ് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ കൂടി നോക്കുന്നത്. അടുത്ത ശ്ലോകം കൂടി, ഈ തൊട്ടടുത്ത ശ്ലോകം കൂടി വന്നെങ്കിൽ മാത്രമേ ഈ ശ്ലോകത്തെ നമുക്ക് വേണ്ട രീതിയിൽ അറിയാൻ കഴിയുകയുള്ളൂ. പറയാം, അതിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അത്, അല്ലേ? എന്താണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗമാണ് അവരോട് ചേർത്ത് വയ്ക്കാൻ പോകുന്നത്. എന്താണ് ശരിക്കും തടസ്സമായി വരുന്നത് ഈ പരമ്പൊരുളിലേക്ക് എത്തുന്നതിന്? അല്ലെങ്കിൽ എന്താണ് ഈ പൊലിഞ്ഞു പൂർണ്ണമാകുന്ന ആ അവസ്ഥയിലേക്ക്
ആ അഹന്തയെ പൂർത്തീകരിക്കുന്നതിന് എന്താണ് നമുക്ക് തടസ്സമാകുന്നത് എന്നുള്ളതാണ് ഗുരു കാണിച്ചു തരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബിവെയർ ഓഫ്, വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കൂ എന്നാണ് ഗുരു പറയുന്നത്. എന്താണ്? ആ ഒരു അഹന്ത പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ മറ്റൊന്ന് കയറി വരാൻ സാധ്യതയുണ്ട്, ഒരു തടസ്സം. എന്താണത്? ഒരു വലിയ ഹർഡിൽ അവിടെ നിൽപ്പുണ്ട്. ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന ഒരു ബോധം വന്നു കഴിഞ്ഞാൽ, ഞാൻ ഭഗവാനാണ്, ഞാൻ ദൈവമാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ കടന്നു വന്നു കളയും. പിന്നെ കാട്ടിക്കൂട്ടുന്നതൊക്കെ താൻ എത്രമാത്രം ചേർന്നിരുന്നു അതിൽ നിന്ന് കൂടുതൽ 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 അകന്നു പോകുന്നതായ ഒരു അവസ്ഥയായി പോകും. അങ്ങനെ ആ ദൈവങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് വേലത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേരെ നമ്മൾ, പലരും ജയിലിലൊക്കെയാണ്. അപ്പം ഇതെന്താവും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഴ്ച ഭയങ്കരമായിരിക്കും. നമ്മൾ നടന്നു പോകുമ്പോൾ വീണ് കഴിഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലാതെയായി പോകും. അതുപോലെയാണ് ഈ വലിയ അഹന്ത കടന്ന്, വലിയോരഹന്ത വരം തരേണം. ആ ഒരു വലിയ അഹന്ത കടന്നു വന്നു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ ഭ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നാം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഗുരു അവിടെ കാണിക്കുന്നത്. നമ്മൾ എത്രമാത്രം ആ മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഈ ഈശാവാസ്യോപനിഷത്തിൽ തന്നെ അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും പോകുന്നു, വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും എന്ന് പറയുന്നുണ്ട്. ആ അവസ്ഥയിലേക്കാണ് ഈ വലിയ അഹന്ത വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അവിദ്യയെ ഉപാസിക്കുന്നവർ, വിദ്യ ഇല്ലാത്തവർ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ്? അവർ ഇരുട്ടിൽ തന്നെയാണ്, അതിന് നമുക്ക് യാതൊരു സംശയവുമില്ല. അവർ ഈ ഭ്രമത്തിലാണ്, ഈ ലോകത്തിൻ്റെ ഒരു നിറപ്പകിട്ടിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നവരാണ്. ഭൗതികതയാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, തൃഷ്ണയായിരിക്കും അവരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ വിദ്യയിൽ രമിക്കുന്നവൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവൻ അതിൽ രമിച്ചു പോയാൽ പിന്നെന്തായിരിക്കും? പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല, അവർ ആകെ തകർന്ന് തരിപ്പണമായി പോകും. പല സിദ്ധികളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ സിദ്ധിയിൽ രമിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അല്ലേ, നമുക്ക് ഭാഗവതത്തിൽ അറിയാമല്ലോ, ഒരു സന്യാസി, എന്താണ്, പേര് മറന്നുപോയി, അദ്ദേഹത്തിനൊരു സിദ്ധി കിട്ടി എന്ന് തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ കണ്ണു തുറങ്ങി മുകളിലേക്ക് നോക്കിയപ്പോഴേക്കും പറന്നുപോയ കാക്ക കരിഞ്ഞ് താഴെ വീണു. ആഹാ, ഇത് കൊള്ളാമല്ലോ. അദ്ദേഹം അവിടുന്ന് തന്നെ അപ്പം തന്നെ ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് വിശക്കപ്പായപ്പോഴത്തേക്കും ഒരു വീട്ടിൽ വന്ന് മുറ്റത്ത് നിന്ന് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നേ കണ്ടു. അവർ ഇദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം അകത്തേക്കങ്ങ് പോയി, അവരകത്തേക്കങ്ങ് പോയി. ഇദ്ദേഹം അവരെ സൂക്ഷിച്ചൊന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ആ കാക്കയല്ല ഞാൻ, കരിഞ്ഞു പോവാൻ. അന്തം വിട്ടുപോയി. അപ്പോൾ കാലേ വീണൊക്കെ പിന്നെ ഗുരുവിനെ കാണുന്നെത്തുന്നതും അങ്ങനെയൊക്കെയുള്ളതാണ് കഥയെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്, അതിൽ രമിച്ചു കഴിഞ്ഞാൽ എന്താവും? ഏറ്റവും വലിയ അധപ്പതനമായി പോകും എന്നുള്ളതാണ്. അതാണ് ഇവിടെ വലിയോരഹന്ത വരം തരേണം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ അന്വേഷണത്തിനിടയിൽ പലപ്പോഴും പെട്ടുപോകുന്ന അവസ്ഥകളാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് ഗുരു അവിടെ നമ്മളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ പൊലിയും ഇതന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും എന്ന് പറയുന്നത് ഒരെണ്ണം, ഒരു അഹന്ത എന്താണ്, താഴേക്ക് വരികയാണ്, പൊലിഞ്ഞ് 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 ഇല്ലാതാവുകയാണ്. അതേസമയം മറ്റേ അഹന്ത എന്ത് ചെയ്യാണ്? പൊലിഞ്ഞ് മുകളിലേക്ക് പോവുകയാണ്, പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു ചെറിയ കച്ചവടക്കാരനായ ഒരു ഞാനുണ്ടല്ലോ, അല്ലേ, എല്ലാം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ലാഭം കിട്ടണമെന്ന് പറയുന്ന ഒരു ഞാൻ നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നതാണ് ആ ചെറിയ ഞാനിനെ പറഞ്ഞത്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അതിനു വേണ്ടിയാണല്ലോ, അല്ലേ. 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ ബെനിഫിറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും കച്ചവടമാണ്. എന്തിനാണ് ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നത്? അതെൻ്റെ മകൾ MBBS അഡ്മിഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പോയെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ 5 രൂപയുടെ ഒരു പുഷ്പാഞ്ജലി നടത്തി. അന്നേരം മനസ്സിൽ വെച്ചു, ഭഗവാനെ, എൻ്റെ മകൾക്ക് MBBS അഡ്മിഷൻ കിട്ടണമേ, ഇല്ലെങ്കിൽ ഞാൻ 50 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും.
അപ്പോൾ ഭഗവാൻ എല്ലാം കേട്ടു എന്ന് വിശ്വസിച്ചു. റിസൾട്ട് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം കുഴപ്പമായി. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു 5 രൂപ വെറുതെ പോയി. ഇതാണ് നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ പൂജ എന്ന് പറയുന്നത്, നമ്മുടെ ധ്യാനവും എല്ലാം ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും ഈ ലാഭേച്ഛയോടുകൂടി നോക്കുന്ന ഒരു ഞാൻ നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. ആ ഞാനാണ് പൊലിഞ്ഞു പോകും എന്ന് പറയുന്നത്. അതിന് നിലനിൽപ്പുള്ളതല്ല, അത് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. അത് എത്രമാത്രം നമ്മൾ ഈ അറിവിലേക്ക് കടന്നു വരുന്നു അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ വലിയ ഞാനിലേക്ക് വന്ന് അതിനെ പൂർത്തീകരണത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷേ ആ പ്രയാണത്തിനിടയിൽ കിട്ടുന്ന ചില സിദ്ധികളും അതുപോലെ ഉണ്ടായിരിക്കുന്ന ബോധവും, ഞാൻ ദൈവമാണ്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള ബോധത്തെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭഗവാനാണ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയുള്ളവരെ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. വലിയോരഹന്ത വരം തരേണം. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തുമൊരഹന്തയൊന്നു കാൺക. പൊലിയും ഇത് അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും. വലിയോരഹന്ത വരം തരേണം. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 13-ാം ശ്ലോകം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസ്സിലാണിടേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസ്സിലാണിടേണം. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ അഹന്ത, ആ അഹന്തയ്ക്ക് 2 വശങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഒന്ന് പൊലിഞ്ഞു പോകുന്ന അഹന്ത, മറ്റൊന്ന് പൊലിഞ്ഞു പൂർണ്ണമാകുന്ന അഹന്ത. ആ പൂർണ്ണമാകുന്നതിനിടയിൽ, പൂർണ്ണമാകുന്ന ആ പ്രക്രിയയിൽ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് നാം കടന്നു പോകുമ്പോൾ തടസ്സമായി വരാൻ സാധ്യതയുള്ള വലിയ അഹന്തയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഈ ശ്ലോകത്തിൽ അതേപോലെ നശിക്കുന്നതും നശിക്കാത്തതുമായ ആ അഹന്തയിൽ നിന്ന് തന്നെയാണ് തുടക്കം. ഒന്ന് നമ്മൾ കണ്ട നശിക്കുന്ന അഹന്ത, അത് എങ്ങനെയുള്ളതാണ്? സവികാരമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സദാ മാറ്റത്തിന് വിധേയമാകുന്നതാണ്. മറ്റേ അഹന്ത എന്താണ്? നിർവികാരമായ അവസ്ഥയാണ്, പരമ്പൊരുളാണ്, ഒരു മാറ്റത്തിനും വിധേയമാവാതെ സർവരിലും എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ബോധം എന്നതാണ്. ഇവിടെ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിലാണിടേണം. മറ്റ് ശ്ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ശ്ലോകത്തിലുള്ള പദങ്ങൾ ചിലതൊക്കെ ഇത്തിരി പുതിയ പദങ്ങളുണ്ട്. അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കടന്നു വന്നേക്കാം. ത്രിഗുണമയം, സത്വം, രജസ്, തമസ് എന്നിങ്ങനെ ത്രിഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തിരുനീർ അണിഞ്ഞ് ഭസ്മം പൂശിയ ഈശ്വന്, ഏകനായ ഈശന് അകമലരിട്ട് സ്വന്തം ഹൃദയം അല്ലെങ്കിൽ മനസ്സിനെ സമർപ്പിച്ച് ശരണാഗതി പ്രാപിച്ച് വണങ്ങി നമസ്കരിച്ച് അക്ഷം ആറി, ഇന്ദ്രിയങ്ങളൊക്കെ ആറി തണുത്ത്. ഇവിടെ അക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളെയും കൂടി ചേർത്താണെന്ന് മനസ്സിലാക്കണം. ഗുരു പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരു ഇന്ദ്രിയത്തെ എടുത്ത് കാണിച്ചിട്ട് 5 ഇന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായി കാണിക്കാറുണ്ട്. സകലം അഴിഞ്ഞ്,
സകലം, അതൊരു ശൈവ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. കലകളുടെ ആകെത്തുകയാണ് സകലം എന്ന് പറഞ്ഞിരിക്കുന്നത്. കലകൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരു അംശം എന്നതാണ്. അങ്ങനെ എല്ലാ കലകളുടെയും അംശങ്ങളുടെയും ആകെത്തുകയാണ് സകലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പ്രപഞ്ചമാണ്. പ്രപഞ്ചം എന്നത് അനേകം കലകൾ ചേർന്നുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കലയാണ് ആ പ്രപഞ്ചത്തിൽ. അതിനാണ് ഇവിടെ സകലം. സകലം അഴിഞ്ഞ്, ആ സകല ബോധം നമ്മിൽ നിന്നും അഴിഞ്ഞുപോയി, ആ പ്രപഞ്ചബോധം അഴിഞ്ഞുപോയി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോടുണ്ടായിരിക്കുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ബന്ധനം അവിടെ അഴിഞ്ഞുപോയി. അങ്ങനെ അഴിയുമ്പോൾ തണിഞ്ഞ്, ജീവിതത്തിൻ്റെ ചൂടൊക്കെ മാറി തണുത്ത് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ബഹളങ്ങളിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഒരു ശാന്തത അനുഭവിക്കുന്നതായ തലം. കേവലമായ സത്യത്തെ അറിയുവാനുള്ള മഹിമയും അറ്റ്. കേവലമായ സത്യത്തെ അറിയുന്ന അതിൻ്റെ മഹത്വമാണ്. ആ ബോധവും വിട്ട് മഹസിൽ, ആത്മാവിൻ്റെ മഹസിൽ ആണിടേണം, ലയിച്ച് ഒന്നായിത്തീരണം എന്നതാണ്. ദൈവദശകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ ആ ഒന്നായിത്തീരലിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പിന്നവിടെ ഏതെങ്കിലും ബോധം നിലനിൽക്കുന്നുണ്ടോ? ഉപ്പുപാവ കടലിനെ അറിയാൻ പോയതുപോലെയാണ്. ഉപ്പുപാവ കടലിൻ്റെ അടുത്ത് ചെന്ന് കടലിൽ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. എന്തായി? താൻ തന്നെ ഇല്ലാതെയായി. താൻ ഭാവം അവിടെ അവസാനിച്ചു. അതിൽ തന്നെ നിറഞ്ഞ് അതായി മാറുന്ന അവസ്ഥ സംഭവിക്കണം എന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആ ബോർഡിൽ നമ്മൾ ഒരു ചിത്രം മാതിരി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഒന്ന് നശിക്കുന്നതും മറ്റൊന്ന് നശിക്കാത്തതുമായ അഹന്തയാണുള്ളത്. അവിടെ ആ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ പരമമായ സത്യത്തെ അറിയുന്നതിന് തടസ്സമായി വരുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ വലിയ അഹന്തയും ഈ ശ്ലോകത്തിൽ പറയുന്ന ത്രിഗുണങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്ക് പരമമായ സത്യത്തെ അറിയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ആ ഏകമായ ഞാനിനെ എനിക്ക് ബോധ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ അകലുന്ന അഹന്തയുടെ പിന്നാലെ പോകുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് സദാ അസ്വസ്ഥനായി കഴിയേണ്ടിയിരിക്കുന്നത്? ലോകത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളുമൊക്കെ പേറുന്നത് എന്തുകൊണ്ട്? ഇതിൽ നിന്ന് എനിക്ക് ശ്രീനാരായണ ഗുരുവിനെ പോലെ പരിപൂർണ ശാന്തതയിലെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഏത് സാഹചര്യത്തിലും, ഏതു വ്യക്തിയുടെ സാന്നിധ്യത്തിലും, ഏത് വസ്തുവിൻ്റെ സാന്നിധ്യത്തിലും എൻ്റെ ശാന്തത എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനായി പോകുന്നു, അസ്വസ്ഥയായി പോകുന്നു. എനിക്കിഷ്ടമില്ലാത്ത ആഹാരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥരാണ്. വലിയ ഇഷ്ടമുള്ള ആഹാരം കണ്ടാൽ അപ്പോഴും അസ്വസ്ഥ, ആഹ്ലാദം കയറും. കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മളും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നാം അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. സ്വാസ്ഥ്യം, ശാന്തത അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ പരമമായ കാരണം നമ്മളുടെ ഇന്ദ്രിയം ഓരോരോ വിഷയങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്നതാണ്. ആ വിഷയം കിട്ടിയില്ല എങ്കിൽ നമുക്ക് അസ്വസ്ഥതയാണ്. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് കളയാൻ കഴിഞ്ഞില്ലെങ്കിലും അസ്വസ്ഥതയാണ്. കിട്ടാനുള്ളത് കിട്ടുമോ എന്ന ഭയം അതുപോലെ ഉണ്ടാവും. കയ്യിലിരിക്കുന്നത് വിട്ടു പോകുമോ എന്ന ഭയം ഉണ്ടാവും. അപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും കണ്ണും മൂക്കും നാക്കും എല്ലാം ശബ്ദ സ്പർശ രസ രൂപ ഗന്ധാദികളുമായി ബന്ധിച്ചിരിക്കുകയാണ്. എന്താണ് ബന്ധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബന്ധനം. എന്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്? ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന മോചനം തന്നെയാണ് വേണ്ടിയിരിക്കുന്നത്. എന്താഹാരം കിട്ടിയാലും എൻ്റെ ശരീരത്തിന് യോഗ്യമാണെങ്കിൽ അത് കഴിച്ച് സ്വാസ്ഥ്യത്തിലിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ.
എനിക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ ചോറിറങ്ങുകയുള്ളല്ലോ. ഇപ്പം ചോറൊന്നും വേണ്ട അല്ലേ, ചിക്കനും പൊറോട്ടയും മാത്രം മതി എല്ലാ പരിപാടികളും. ഒരു മനുഷ്യനും കഴിച്ചുകൂടാത്ത സാധനമാണ് മൈദ. അതാണ് കേരളത്തിൻ്റെ ആഹാരം. അത് കിട്ടിക്കഴിഞ്ഞാലോ എന്തൊരു സമാധാനമാണ്. അതുകൊണ്ടെന്ന് വിചാരിച്ച് കടയിൽ ചെന്ന് കയറി അവിടെ ചോദിച്ചപ്പോൾ ദോശയുള്ളെന്ന് പറഞ്ഞു. അയാൾക്ക് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. എന്താണ് പ്രശ്നം? ബന്ധനം. നാക്ക് ബന്ധിച്ച് കിടക്കുകയാണ് അല്ലേ. എത്രയോ കടകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പൊറോട്ട കിട്ടാഞ്ഞത് കൊണ്ട് ആ സപ്ലയറെ അടിച്ചു കൊന്നു. ജയിലിൽ കിടക്കുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ എന്തിനാ ഇത്തിരി മണ്ടത്തരം കാണിച്ചതെന്നുള്ളത്. നാക്കിൻ്റെ ബന്ധനം, ത്വക്കിൻ്റെ ബന്ധനം, സെക്സ്. 90 വയസ്സ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. എത്രയോ പേരെ ഒരുത്തൻ അടിച്ചു കൊന്ന് 5-6 ഏക്കർ ഭൂമി വാങ്ങിച്ച് അതിനകത്ത് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക. എന്താണ് അറ്റാച്ച്മെൻറ്റ്? എന്ത് ബന്ധനം? ത്വക്കിൻ്റെ ബന്ധനം, സ്പർശന സുഖം, സെക്സ്. കണ്ണിൻ്റെ ബന്ധനം. കുട്ടികൾക്കെല്ലാം ഇപ്പോൾ തന്നെ, എന്തിനാ കുട്ടികളെ പറയുന്നത് അല്ലേ, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാം വൈകിട്ട് കിടന്ന് ഉറങ്ങുന്നത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് കിടന്ന് ഉറങ്ങുന്നത് വരെ ഇതിലങ്ങ് ഇരിക്കുകയാണ്. കണ്ണ് ബന്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കൂ. 5. അതുപോലെ ശബ്ദവും അതുപോലെയാണ് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ ശബ്ദം കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ഇഷ്ടമില്ലാത്തവരുടെ ശബ്ദം കേൾക്കുന്നതോ ബന്ധനം. അപ്പൊ ഈ ബന്ധനത്തിൽ നിന്നാണ് വാസ്തവത്തിൽ നമുക്ക് മോചനം വേണ്ടിയിരിക്കുന്നത്. ആ മോചനം പറ്റുന്നില്ലല്ലോ ഭഗവാനെ. എന്തുകൊണ്ടാണ്? കാരണം ത്രിഗുണമയം. ത്രിഗുണങ്ങൾ ആണ് ഇതിന് കാരണമായിരിക്കുന്നത്. രജോ ഗുണം മുന്തി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും. തമോ ഗുണം മുന്തി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങണമെന്ന് തോന്നും. സത്വഗുണമാണ് എങ്കിൽ അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ തോന്നിന്നിരിക്കാം. ഇങ്ങനെ ഈ 3 ഗുണങ്ങളും മാറി 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 വന്നുകൊണ്ടേയിരിക്കും ഓരോ സമയവും. അതനുസരിച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഇറങ്ങി ഓടി ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ദ്രിയ ബന്ധനത്തിന് മുഖ്യ കാരണമെന്ന് പറയുന്നത് ഈ ത്രിഗുണങ്ങളാണ്. അപ്പോൾ ത്രിഗുണങ്ങളെ അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട്. ത്രിഗുണങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് ജയിക്കാൻ കഴിയണം. ഈ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ ആ ത്രിഗുണം എന്ന് പറയുമ്പോൾ ത്രിഗുണത്തിൽ നമ്മൾ അധീനമായാലാണ്. ത്രിഗുണത്തിന് അതീതമാവണം. അങ്ങനെ ത്രിഗുണാതീതൻ ആയെങ്കിൽ മാത്രമേ സ്വാസ്ഥ്യം, അല്ലെങ്കിൽ ആ പരമമായ പരമ്പൊരുളിനെ അറിയാൻ, അല്ലെങ്കിൽ ആ ജ്ഞാനിനെ അറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി. ഇപ്പം എന്താ ചെയ്യുക? ഈ ത്രിഗുണത്തിന് അധീനമാകണമെങ്കിൽ, അതുപോലെ തന്നെ വലിയ അഹന്ത ഇല്ലാതാകണമെങ്കിൽ ഇപ്പം 2 ഡിമാൻഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഭഗവാനെ എനിക്ക് ആ വലിയ അഹന്ത വരാതിരിക്കണം. രണ്ടാമത്, ത്രിഗുണങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ, ഇന്ദ്രിയങ്ങൾ വാതായനങ്ങളെ പോലാവണം. എന്താ വാതായനം? ഈ വാതായനത്തിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറക്കാം, അടയ്ക്കാം. അതുപോലെ ഇന്ദ്രിയങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ അതിനെ വേണ്ട രീതിയിൽ അവിടെ നിന്ന് പിൻവലിക്കാനും നിയന്ത്രിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരമാണ് നമുക്ക് വേണ്ടുന്നുള്ള ബോധമുണ്ടെങ്കിൽ നമ്മൾ പാവയ്ക്കായൊക്കെ മനോഹരമായിട്ട് ചവച്ചരച്ച് രുചിയോടുകൂടി കഴിക്കും. പക്ഷേ നാക്കിനത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പാവയ്ക്കാന്ന് പറയുന്ന സാധനം കാണുമ്പോഴേ നമ്മൾ അസ്വസ്ഥരാകും. പക്ഷേ ചിക്കൻ കാണുമ്പം ശരീരത്തിന് ഒരിക്കലും ആവശ്യമില്ലാത്തതാണെന്ന് അറിയാമെങ്കിലും നാക്കിനത് വേണ്ടുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ത്രിഗുണാതീതത്വം സംഭവിക്കണം. അതിന് ആരെയാണ് നാം സമീപിക്കേണ്ടതെന്നുള്ളതാണ്. ത്രിഗുണങ്ങളിൽ നിന്നും അധീനമാകണമെന്നുണ്ടെങ്കിൽ ത്രിഗുണങ്ങളെ ജയിച്ചവനെ തന്നെ നമ്മൾ സമീപിക്കണം. ആരാണ് ഈ ത്രിഗുണങ്ങളെ ചുട്ട് കരിച്ചിട്ട് ഭസ്മമാക്കി നെറ്റിയിലിട്ടുകൊണ്ട് നടക്കുന്നത്? പരമേശ്വരനാണ്. 3 വരിയാണ്. നമ്മളിപ്പം ഭസ്മം നമ്മുടെ
നെറ്റിയിലിടുന്നതിന് 3 വിരലുകൾ ഭസ്മത്തിലേക്ക് പതിപ്പിച്ച് വെക്കും. അതെന്താ കാണിക്കുന്നത്? ത്രിഗുണങ്ങളെ ജയിച്ചവൻ എന്നുള്ളതാണ്. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വൻ. ആ ത്രിഗുണങ്ങളെയെല്ലാം കരിച്ച് ഭസ്മമാക്കി ആ ഭസ്മം നെറ്റിയിൽ ധരിച്ചിരിക്കുന്ന പരമേശ്വരനെ തന്നെ നമ്മൾ ആശ്രയിക്കണം. അതാണിവിടെ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് എന്ത് ചെയ്യണം? അകമലരിട്ടു വണങ്ങി അക്ഷമാറി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്തിരി ഒരു മര്യാദയോടുകൂടിയൊക്കെ വേണം. ദൈവദശകം ചൊല്ലുമ്പം നമ്മൾ സിനിമാ പാട്ട് പോലെ പാടിക്കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്നും എത്തില്ല. അവിടെ ഒരു മെഡിറ്റേറ്റീവായ തലത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. ധ്യാനാത്മകമായിട്ടായിരിക്കണം സമീപിക്കേണ്ടിയിരിക്കുന്നത്. അകമലരിട്ടു വണങ്ങി ഹൃദയം പരിപൂർണമായും അവിടെ സമർപ്പിച്ചുകൊണ്ട് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് നമ്മൾ പൂജ നടത്തുമ്പോഴത്തേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട് അല്ലേ? ഗുരു പുഷ്പങ്ങൾ അർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വേറെ മറ്റ് പരിപാടികളും സ്വർണ്ണമൊന്നും കൊണ്ടുവയ്ക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. വെള്ളവും പുഷ്പങ്ങളുമാണ്. പുഷ്പം നമ്മളുടെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏറ്റവും മൃദുലമായ നമ്മെ നാം പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. അത് ശരണാഗതി, ആ ഒരു വിനയം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ മാത്രമേ അറിവ് പ്രകാശിക്കുകയുള്ളൂ. അഹന്തയിൽ അറിവ് പ്രകാശിക്കില്ല. ആ ഒരു ശരണാഗതിയിലേക്ക് വന്നുകൊണ്ട് അകമലരിട്ടു വണങ്ങി അക്ഷം ആറി. അക്ഷം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ. അപ്പൊ ത്രിഗുണത്തെ അതീതമായി നമ്മൾ ത്രിഗുണത്തിനതീതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി? അക്ഷങ്ങളെല്ലാം തന്നെ, അതെങ്കിൽ അക്ഷം ഉദ്ദേശിക്കുന്നത് കണ്ണു തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങളും നമ്മുടെ വരുതിയിൽ എത്തിക്കഴിഞ്ഞു. അതിനെ പരിപൂർണ നിയന്ത്രണത്തിൽ എത്തി. അവിടെ ഒരു ദാക്ഷണ്യവും വേണ്ട എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിലെ തന്നെ 8-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കിളികളെ 5 മരിഞ്ഞ് കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. എങ്ങനെയാണ്? അവിടെ ഒരു ദാക്ഷണ്യവും ആവശ്യമില്ല. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോവരുത് എന്നുള്ളത് ഉറപ്പിച്ചു നിൽക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് കഴിയണം. അതായത് നമുക്ക് കഴിയണം, അല്ലെങ്കിൽ നമുക്ക് ആ ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയണം. അതാണ് നേരത്തെ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ വാതായനങ്ങൾ ആയിരിക്കണം. അതേപോലെ വാതായനങ്ങൾ എത്രമാത്രം നമ്മുടെ നിയന്ത്രണത്തിലാണോ അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അങ്ങനെയാണ്. അതാണ് അക്ഷം ആറിത്തണുത്ത്. ഇന്ദ്രിയങ്ങൾ ഒട്ടും തന്നെ പ്രക്ഷുബ്ധമാകാത്തതായ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. ഇന്ദ്രിയങ്ങൾ ഈ ഗുണങ്ങൾ പ്രബലമായി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അപ്പോൾ തന്നെ ആക്റ്റീവായി പുറത്തേക്ക് ഓട്ടം തുടങ്ങും. അപ്പോൾ ത്രിഗുണങ്ങളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും നിയന്ത്രണത്തിൽ എത്തി എന്നതാണ്. അടുത്തത് എന്താ? തുടങ്ങി അതിനോട് ചേർന്ന് വരുന്നത് തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷം ആറി സകലം അഴിഞ്ഞ്. സകലം ശൈവ സിദ്ധാന്തം ആണ് ഇവിടെ ഗുരു ആശ്രയിച്ചിരിക്കുന്നത്. സകലം എന്നത് വാസ്തവത്തിൽ പ്രപഞ്ചം എന്നുള്ളതാണ്. എല്ലാ കലകളുടെയും ആകെ തുകയെന്നാണ്. എല്ലാ അംശങ്ങളുടെയും ആകെ തുകയാണ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഓരോ അംശം ആണ്. ഓരോരുത്തരും ഓരോ കലയാണ് എന്ന് പറയാം. അങ്ങനെയുള്ള എല്ലാ കലകളുടെയും ആകെത്തുകയാണ് സകലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സകലം അഴിഞ്ഞ് എന്ന് പറയുമ്പോൾ എന്താണ്? സകല ബോധം, പ്രപഞ്ചബോധം. പ്രപഞ്ചബോധം തന്നെയാണ്, പ്രപഞ്ചം എന്നത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചബോധം തന്നെയാണ്. അതിൽ നിന്ന് ഇത് കിട്ടണമെന്നും അത് കിട്ടണമെന്നും അത് വേണ്ടാമെന്നും അകറ്റി നിർത്താനും ചേർത്ത് വയ്ക്കാനും വേണ്ടി നമ്മൾക്ക് ഒരുപാട് ഘടകങ്ങൾ ഈ പ്രപഞ്ച ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തോടുണ്ടായിരിക്കുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വിട്ടുകിട്ടണം. സകലം അഴിഞ്ഞ് എങ്കിൽ ഏത് വന്നെങ്കിലേ പറ്റുള്ളൂ? ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിനാകണം. ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിനാണെങ്കിൽ നമ്മൾ ത്രിഗുണാതീതനാകണം. അപ്പോൾ ത്രിഗുണാതീതത്വം, ഇന്ദ്രിയ നിഗ്രഹണം ഉണ്ടെങ്കിൽ സകലം ആ ഒരു പ്രാപഞ്ചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മൾ വിടുവിക്കുന്നു. സകലമഴിഞ്ഞ് തണിഞ്ഞ് എന്നത് തണുത്ത്
എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ശാന്തത എന്നാണ്. പൂർണ്ണമായ ഒരു തണുപ്പ് അനുഭവപ്പെടും, ഒരു ശാന്തത അനുഭവപ്പെടും. ചൂട് അനുഭവപ്പെടുന്നു നമ്മൾ പറയുന്ന പൊതുവെ എന്തിനു വേണ്ടിയാണ്? അസ്വസ്ഥതയാണ് അല്ലേ? ആ തണുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിൻ്റെ ശാന്തതയാണ്. അപ്പം ഇവിടെ തണുപ്പ് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമായെങ്കിൽ നമ്മളുടെ ഉള്ളും സ്വതന്ത്രമാകും. എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഓട്ടമാണ് അല്ലേ? അസ്വസ്ഥതയായിക്കഴിഞ്ഞു, ചൂടായിക്കഴിഞ്ഞു. നേരെ മറിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും എല്ലാം കിട്ടിയാലും ഒരേ മനോഭാവത്തിൽ ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിൽ ശാന്തത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ തണുപ്പ് എന്ന് പറയുന്നത്. തണിഞ്ഞ് കേവലത്തിൻ മഹിമയും അറ്റ്, കേവലമായ സത്യത്തെ, അതിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് അതിൽ തന്നെ ലയിച്ച് ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് വേണ്ടുന്നത്. ഞാൻ ആ കേവലത്തിൻ്റെ മഹത്വം അറിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വലിയ അഹന്ത വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേവലത്തിൻ മഹിമയും അറ്റ്. കേവലമായ സത്യത്തെ ഞാൻ അറിയുന്നു എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മൾ ഭഗവാനായിട്ട് ഡിക്ലെയർ ചെയ്ത് കളയും. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ തോന്നും. അവിടെ വലിയ അഹന്ത വന്ന് നമ്മളെ അധപ്പതിപ്പിച്ച് ഇല്ലാതാക്കി കളയും. ഈ സമർപ്പണം വന്നു കഴിഞ്ഞാലോ, തന്നെ ആ പരമേശ്വരൻ്റെ മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിഷ്കളങ്കത വന്നു കഴിഞ്ഞാൽ പരിപൂർണ നഗ്നൻ ആവുക എന്നതാണ്. ആ എല്ലാ ഉടയാടുകളും നാം അവിടെ നിന്ന് ഉരിഞ്ഞ് കളയാൻ തയ്യാറാവണം. എന്ന് പറയുമ്പോൾ ധാരണകൾ, ആ ധാരണകൾ എത്രമാത്രം ഇരിക്കുന്നു അത്രമാത്രം നമ്മൾ ഞാൻ എന്ന ബോധം ഉയർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആ കേവലമായ അറിവാണ് എന്നൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ടാണ് നിഷ്കളങ്കതയാണ് എന്നു പറഞ്ഞ ഭക്തി എന്ന് പറയുന്നത്, സമർപ്പണം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ഒരു ഭാഗമുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ, കുഞ്ഞുകൃഷ്ണൻ അല്ലേ, യൗവനയുക്തകളായ സ്ത്രീകളുടെ എല്ലാ ആടയാഭരണങ്ങളും എടുത്തുകൊണ്ട് മുകളിൽ ചെന്നിരുന്നിട്ട് രണ്ട് കൈയും ഉയർത്തി കൂപ്പി തൊഴണം എന്ന് പറഞ്ഞു. വെറുതെ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ്? രണ്ട് കൈയും ഉയർത്തി തൊഴണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പൂർണ്ണ നഗ്നരാവണം. അവിടെ പുരുഷനെ അല്ല അവതരിപ്പിച്ചത്, സ്ത്രീയെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ശരീരബോധം പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ. അപ്പോൾ ആ ശരീരബോധം എന്ന് പറയുന്നത്, ഞാൻ ബോധം എന്ന് പറയുന്ന ആ അഹന്ത പൂർണ്ണമായും ഇല്ലാതാകണം എന്നതാണ് അവിടെ പൂർണ്ണ നഗ്നരാവുക എന്ന് കാണിച്ചിരിക്കുന്നത്. പൂർണ്ണ ശുദ്ധം ആയ അവസ്ഥയിലേക്ക് എത്തുക. ധാരണകളല്ല, എത്ര ധാരണകളിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണക്കാരൊക്കെ താമസിക്കുന്ന പ്രദേശത്തെങ്ങാനാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറയും ജവഹർ നഗറിലാണെന്ന് പറയും. പക്ഷെ ആരും മൈൻഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടിലാണെങ്കിൽ മിണ്ടുകയില്ല. പറയുകയാണെങ്കിൽ ആരും കേൾക്കാത്ത രീതിയിൽ നമുക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറയും. നോക്കൂ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പോലുള്ള നമ്മുടെ ബോധം. നമ്മളുടെ അപ്പൂപ്പൻ അറിയപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ആ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളിൻ്റെ കൊച്ചുമകൻ, നമ്മുടെ അച്ഛനുമില്ല അമ്മയില്ല. അച്ഛനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന അമ്മയാണ്, അമ്മയുടെ പേര് പറയും. ജ്യേഷ്ഠനോ അനിയനോ ആരെങ്കിലും അറിയപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന ആളിൻ്റെ അനിയനാണ്, ജ്യേഷ്ഠനാണ് എന്ന് പറയും. ഈ ധാരണകൾ കണ്ടില്ലേ? നമ്മൾ എന്തെല്ലാം ഊന്നുവടികളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഊന്നുവടികളെ എല്ലാം എടുത്തു കളയണം. ആ ഉടയാടകളെ മുഴുവൻ അഴിച്ചു കളയണം. അപ്പോൾ മാത്രമേ നമ്മൾ സ്വതന്ത്രരാവുകയുള്ളൂ, ആറി തണുക്കുകയുള്ളൂ, ശാന്തത അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആറിത്തണുത്ത് എന്താവണം? കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിൽ ആണിടേണം. ആ മഹസ്സിൽ ആഴ്ന്ന് ഇറങ്ങി അതായി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപ്പുപാവ കടൽ അറിയാൻ പോയ, അല്ലെങ്കിൽ കടൽ അളക്കാൻ പോയ, ആഴം അറിയാൻ പോയ ഇറങ്ങിപ്പോയി. ആഴം അറിഞ്ഞു, പക്ഷേ ആ ആഴം തന്നെയായിട്ട് നിലകൊള്ളുകയും ചെയ്തു.
ഒരു തിരിച്ചുവരവ് അവിടെ ഉണ്ടായില്ല. അതുപോലെ ആ മഹസിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ആ മഹസ്, എന്താണ് ആ സത്യം? ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ മഹസിൽ എന്നൊക്കെ പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ ലയിച്ചു പോകുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ ദൈവം? അതാണ് അവിടെയും നമുക്ക് യുക്തി വേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ദൈവം എന്ന് പറയുന്നത്? അസ്പന്ദമാവണം. എന്തിൽ അസ്പന്ദമാവണം? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. നിന്നിൽ അസ്പന്ദമാകണം. അത് തന്നെ എന്നോട് പറയുന്ന മഹസിലാണിടേണം എന്ന് പറയുന്നതും നിന്നിൽ അസ്പന്ദമാവണം എന്ന് പറയുന്നതും വാഴണം സുഖം എന്ന് പറയുന്നതും ഒക്കെ ഇത് തന്നെയാണ്. എന്തിലാണ്? എന്താണ് അപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം? ആ അനുഭവം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വിശദീകരിക്കാൻ കഴിയില്ലാത്തതാണ്. പക്ഷെ എന്തിനാണ്? നമ്മൾ ദൈവം, പരമ്പൊരുൾ, ഈശ്വരൻ, ആത്മാവ്, ഇങ്ങനെ പല പേരുകൾ പറയും അല്ലേ? എന്താണ് ഈശ്വരൻ? എന്താണ് ദൈവം? എന്താണ് ആത്മാവ്? ഇനി ഗുരു അറിവ് എന്ന് ഉപയോഗിച്ചിട്ട് എന്താണ് ആ അറിവ്? ദൈവം സ്നേഹമാകുന്നു, ദൈവം അനുകമ്പയാകുന്നു, ദൈവം നിരുപാധികമായ സ്നേഹമാകുന്നു, നിരുപാധികമായ അനുകമ്പയാകുന്നു, നിരുപാധികമായ ആർദ്രതയാകുന്നു, നിരുപാധികമായ ആർജവം ആകുന്നു, നിരുപാധികമായ അഹിംസയാകുന്നു. ഭഗവാനെ, ഈ ശ്രേഷ്ഠമൂല്യങ്ങളിൽ, അങ്ങാകുന്ന ശ്രേഷ്ഠമൂല്യങ്ങളിൽ, അങ്ങാകുന്ന സ്നേഹത്തിൽ, അങ്ങാകുന്ന അനുകമ്പയിൽ, അതിൽ എന്നെ എത്തിക്കണമേ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എന്നെ വിടുവിക്കരുതേ എന്നാണ്. അസ്പന്ദമാവണം. ആ ശ്രേഷ്ഠമൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിയണമേ. അതല്ലാതെ എവിടെയോ ഇരിക്കുന്ന ഏതോ ഒന്നിൽ എന്നല്ല. ശ്രീനാരായണ ഗുരു എങ്ങനെയായിരുന്നു? ആ നിരുപാധികമായ സ്നേഹത്തിലായിരുന്നു. ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ബ്രാഹ്മണനെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഭേദം ഒരിക്കലും ഗുരു ഒരു മനുഷ്യൻ്റെ അടുത്തും കാണിച്ചിട്ടില്ല. എല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതായ ഒരു നിരുപാധികത ഗുരുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം ഉപാധിയോടുകൂടിയുള്ളതാണ്, സോപാധികമാണ്. എൻ്റെ കുട്ടി ആയതുകൊണ്ട് സ്നേഹം കൊണ്ടവിടെ കാണും. എൻ്റെ അച്ഛനായതുകൊണ്ട്, എൻ്റെ സമുദായക്കാരായതുകൊണ്ട് അല്ലേ? നമ്മൾ പറയും, ഓ എവിടെ താമസിക്കുന്നത്? അത് അവിടെ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ആൾക്കാരാ. ആരെയും നമ്മുടെ ആൾക്കാർ? ആ അവിടെ വരികയാണ്. ഇതെല്ലാം ആ സോപാധികതയാണ് കാണുന്നത്. അതിൽ നിന്ന് മാറി നിരുപാധികം, ഒരു ഉപാധിയുമില്ലാതെ എല്ലാത്തിനെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിനെയാണ് അനുകമ്പാദശകത്തിൽ ഒരു പീഠ എറുമ്പിനും എന്ന് പറഞ്ഞത്. അപ്പോൾ എറുമ്പിനെ മാത്രം സ്നേഹിക്കാനല്ല, സർവ്വതിനെയും ഒരേപോലെ സർവ്വതിനോടും അനുകമ്പ കാണിക്കാൻ കഴിയുന്നതായ ഒരു തുറന്ന ഹൃദയം നമുക്കുണ്ടാകണം. അങ്ങനെയാണ് ഇവിടെ അസ്പന്ദമാവണം എന്ന് പറയുമ്പോൾ ആ ശ്രേഷ്ഠ മൂല്യങ്ങളിൽ ഉറച്ചിരിക്കാൻ, അതിൽ നിന്ന് വ്യതിചലിച്ചു പോവാതിരിക്കാൻ എനിക്ക് എപ്പോൾ കഴിയുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിലാണ്. ദൈവമാകുന്ന ആ മഹസിൽ ഞാൻ ആണിരിക്കുകയാണ്. ആ മഹസ് സ്നേഹമാകുന്നു, ആ മഹസ് നിരുപാധികമായ അനുകമ്പയാകുന്നു, ആർദ്രതയാകുന്നു, ആർജവമാകുന്നു, കാരുണ്യമാകുന്നു, അഹിംസയാകുന്നു, ക്ഷമയാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? ഏത് അഹം? ആ ആഴത്തിലുള്ള അഹം പൊലിഞ്ഞ് 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 വരികയാണ്. ഇസ്ന്റ് ഇറ്റ്? മറ്റേ അഹം പൊലിഞ്ഞ് പോവുകയാണ്. ഞാനെന്ന് പറയുന്ന ആ ബോധം, ഏത് ബോധം? ഈ ശരീരബോധം നമുക്ക് കുറച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞ് പോകുന്തോറും മറ്റേ അഹന്ത വലുതായി പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പൂർണ്ണതയാണ് ശ്രേഷ്ഠ മൂല്യങ്ങളുടെ ആകത്തുക.
ആ നിരുപാധികതയിൽ. അപ്പോൾ നമ്മൾ സോപാധികതയിൽ നിന്ന് നിരുപാധികതയിലേക്ക് യാത്ര ചെയ്യുകയാണ്. എല്ലാവരും ആ സ്വാഭാവികത, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇങ്ങനെ ഒരുപാട് ഉപാധികൾ വെച്ചുകൊണ്ട് കണ്ടിരുന്നത്, അതിലെല്ലാം ഇരിക്കുന്നതായ ഞാനിനെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് ഒരു ഏകമായ ഞാനിലേക്ക്, മാറാത്ത ഞാനിലേക്ക്, ആന്തരികമായ ഞാനിലേക്ക്, എവിടെ നിന്നും ബാഹ്യമായ ഞാനുകളിൽ നിന്ന്, തകർന്നു പോകുന്ന ആ ഞാനിൽ നിന്ന്, പൊലിഞ്ഞു പോകുന്ന ആ ഞാനിൽ നിന്ന് പൊലിഞ്ഞ് പൂർണ്ണമാകുന്ന ഞാനിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് സമയം കഴിഞ്ഞു. ഇന്ന് ഇത്തിരി താമസിച്ചു പോയി. അപ്രതീക്ഷിതമായി വലിയ ട്രാഫിക് ഉണ്ടായിരുന്നുകൊണ്ടാണ്. അടുത്ത ദിവസം ഞാൻ വളരെ നേരത്തെ എത്തും. ഷാർപ്പ് നമുക്ക് 6:30 തന്നെ ക്ലാസ് വിടാം. എങ്കിലേ നമുക്ക് ഇത് തീർത്ത് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ചോദിച്ചോളൂ. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വൻ. നമ്മളെന്തിനാണ് ഈ ഉപമിക്കാനും ചേർത്ത് വെക്കാനും ഒക്കെ പോകുന്നത്? നിരുപാധികമായ ഒരു സമീപനം നമുക്ക് വേണം. അവിടെ ശ്രീനാരായണ ഗുരുവെന്നോ ശിവനെന്നോ ഇന്ദ്രനെന്നോ ഒന്നും വേണ്ട. അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ടല്ലോ. നമ്മൾ 27-ാം ശ്ലോകത്തിൽ എത്തട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ വല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകണമല്ലോ. അപ്പോൾ നമുക്ക് പൂർണ്ണമന്ത്രത്തോടു കൂടി അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം.